കാർ വാങ്ങുന്നതിന് മുൻപ് ക്രാഷ് ടെസ്റ്റിലെ ആ വാഹനത്തിന്റെ മികവും മറ്റുമെല്ലാം ഉപഭോക്താക്കൾ ഇപ്പോൾ നോക്കാറുണ്ട്. എങ്കിലും മൈലേജും വിലയുമെല്ലാം തന്നെയാണ് കാർ വാങ്ങുന്നതിന് മുൻപ് സാധാരണക്കാരൻ ഇന്നും പരിഗണിക്കാറുള്ളത്. അപ്പോൾ സുരക്ഷ സ്വാഭാവികമായും കുറയുമെന്നാണ് ഇക്കാര്യത്തിൽ ഉയരുന്ന വാദം. രാജ്യത്തെ വാഹന നിർമ്മാതാക്കളിൽ പ്രമുഖരായ മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഏറെ പഴി കേൾക്കുന്നത്. വിദേശ നിർമ്മിത വാഹനങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ വാഹനങ്ങളുടെ ദയനീയമായ അവസ്ഥ വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും നിരത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്ന വീഡിയോ മാരുതിയുടെ ഉപഭോക്താക്കളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ഇടത്തേക്കെടുത്ത ഒരു ഓട്ടോറിക്ഷയുടെ പിന്നിൽ മാരുതിയുടെ ജനപ്രിയ വാഹനം ബലേനോ ഇടിക്കുന്നതാണ് വീഡിയോ. ഹൈവേയിലൂടെ അതിവേഗത്തിലെത്തി ബലേനോ പെട്ടെന്ന് ഓട്ടോ ഇടത്തേക്ക് തിരിഞ്ഞതോടെ പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു. കാറിന്റെ ഡാഷ് ക്യാമിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരിൽ ഒരാൾ താഴെ വീണെങ്കിലും അപ്പോഴേക്കും കാർ നിന്നതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല. ഇടിയുടെ ആഘാതത്തിൽ ബലേനോയുടെ മുൻഭാഗം തകർന്ന് തരിപ്പണമായി. എന്നാൽ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും സംഭവിച്ചില്ലെന്ന കാര്യം കൗതുകകരമാണ്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള മോഡലുകളിൽ ഒന്നായ ബലേനോയുടെ പുതിയ പതിപ്പ് അടുത്ത കാലത്താണ് വിപണിയിലെത്തിയത്. പുതിയ ബലേനോ പെട്രോൾ പതിപ്പിന് 5.45 ലക്ഷം രൂപ മുതൽ 8.77 ലക്ഷം വരെയും ഡീസലിന് 6.60 ലക്ഷം മുതൽ 8.60 ലക്ഷം രൂപ വരെയുമാണ് ദില്ലി എക്സ് ഷോറൂം വില. 83 bhp കരുത്തേകുന്ന 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 74 bhp കരുത്തേകുന്ന 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ബലേനോയുടെ ഹൃദയം. ഡ്യൂവൽ ഫ്രണ്ട് എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് റെസ്ട്രിയന്റ് സിസ്റ്റം, ഫോഴ്സ് ലിമിറ്റർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, സ്പീഡ് അലേർട്ട് സിസ്റ്റം, റിയർ പാർക്കിംഗ് സെൻസർ എന്നീ സുരക്ഷാ സംവിധാനങ്ങളും പുതിയ വാഹനത്തിലുണ്ട്. മുൻപ് സ്വീഡിഷ് നിർമ്മാതാക്കളായ വോൾവോയുടെ XC60 SUVയുടെ പിന്നിലിടിച്ച ബലേനോയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അന്ന് ബലേനോ പിന്നിലിടിച്ച കാര്യം വോൾവോ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, മാരുതിയുടെ കാർ തരിപ്പണമാവുകയും ചെയ്തു.